നമസ്കാരം. ഇന്ന് പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. പരമശിവനും പാർവതി ദേവിയും സന്തോഷത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്നതായ ദിവസം, പ്രദോഷ ദിവസം. ഇന്ന് രവി പ്രദോഷമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ചെയ്യുക, സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. ഇന്നേ ദിവസം തൊടുകുറി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം നന്ദിയോടൊപ്പമുള്ള സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം ശിവപാർവതിമാരുടെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം. ഞാനിപ്പോൾ അനുഭവിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒഴിയണം. അതിനുള്ള ഒരു വഴി ഭഗവാനായി തന്നെ കാണിച്ചു തരണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം ഏവരും പ്രാർത്ഥിക്കുക. മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജകളിൽ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ നന്ദി ഭഗവാനോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട്. അതിൽ ചില ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ ഭഗവാന്റെ കടാക്ഷത്താൽ തുറന്നു ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം അത്തരത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരാം. അതിന് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. അതല്ല എങ്കിൽ ഇന്ന് ചില ആഗ്രഹങ്ങൾ നടക്കാം. കൂടാതെ ഏത് കാര്യവും നിങ്ങൾക്ക് ശുഭപ്രതീക്ഷകളോടെ സമീപിക്കുവാൻ സാധിക്കുന്നതായ ദിവസമായി ഇന്നേ ദിവസം മാറും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കാര്യങ്ങളെ നിങ്ങൾ ശുഭകരമായി തന്നെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമായി ഇന്നേ ദിവസം മാറും. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ ദിവസം തന്നെയാണ് ഇന്നേ ദിവസം. അതിനാൽ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇന്നേ ദിവസം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ഭവിക്കും. ആഗ്രഹം നടക്കുവാൻ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ശിവപാർവതിമാരെ ആരാധിക്കുന്നത്, ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ ആഗ്രഹങ്ങൾ തന്നെ നടക്കുവാനുള്ള വഴികൾ ഭഗവാനായി തന്നെ കാണിച്ചു തരും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ദിവസമാണ്. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ ഇന്നേ ദിവസം സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അത് ശരിയാവണ്ണം നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. പ്രണയ സാഫല്യം വന്ന് ചേരുന്നതായ ദിവസമാണ്. ഭഗവാന്റെയും പാർവതി ദേവിയുടെയും കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ അത് ആരുമായി കൊള്ളട്ടെ, അവരുമായുള്ള തർക്കങ്ങൾ, ആ വിഷമങ്ങൾ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ നിങ്ങൾ അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും.
പല കാര്യങ്ങളിലും ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ്. ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായോ അല്ലാതെയോ ആകാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് എത്ര തീവ്രമായ ആഗ്രഹമാണ് എങ്കിൽ പോലും അത് നടക്കാനുള്ള ചില സൂചനകൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. അത്തരത്തിൽ നൽകുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വീഴ്ച സംഭവിക്കാൻ പാടുള്ളതല്ല. ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നതായ അവസരങ്ങൾ അത് ചിന്തയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്ന് നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അമ്മ, സഹോദരി, ഭാര്യ എന്നിവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കൂടുതലാകുവാൻ സാധ്യത ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. അത്ഭുതകരമായ പല കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. വിദ്യയിൽ ഇന്നേ ദിവസം ഉയർച്ച നേടുവാനോ അല്ലെങ്കിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുവാനോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ അറിവുകൾ ഇന്നേ ദിവസം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. ആ ശത്രുക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ചില സൂചനകൾ ആ മറഞ്ഞിരിക്കുന്ന ശത്രുവുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം തന്നെയാണ് ഇന്നേ ദിവസം അതിനൊരു തുടക്കമായി മാറും. തീർച്ചയായും അത്തരം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള വഴികൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്നതായ ദിവസമാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നാം. അത് നിങ്ങളുടെ പ്രവൃത്തിയാലും നിങ്ങളുടെ സംസാര ശൈലിയാലുമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ മറ്റുള്ളവർക്കും അത്തരത്തിലൊരു ഐശ്വര്യം നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്ന ദിവസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ധനപരമായ ക്ലേശങ്ങൾ, മറ്റ് മനക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ സഹായകരമായ ചില അവസരങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ചിത്രം അഥവാ ശിവപാർവതി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ പലതും നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ പഴയ ഉന്മേഷം ഇല്ലാത്തതായ അവസ്ഥ, പഴയ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത് നിങ്ങളെ വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു. എന്നാൽ ഭഗവാന്റെയും ദേവിയുടെയും സാക്ഷാൽ പാർവതി ദേവിയുടെയും കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് മാറ്റം വരാവുന്നതാണ്. മാറ്റം വരും എന്ന് തന്നെ പറയാം. ഭഗവാന്റെയും ദേവിയുടെയും കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ മാത്രമാണ് ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ അവസരമാണ് ഇത്. കൂടാതെ ഇന്നേ ദിവസം ആവശ്യത്തിനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും.
നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾ എന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ അത് മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യം നിസ്സംശയം പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വൈദഗ്ധ്യമുള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾ ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുവാനും തന്മൂലം ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. മുൻപ് അറിഞ്ഞതായ പല കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ വിജയങ്ങൾ കരസ്ഥമാക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യം ഇന്നേ ദിവസം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏതൊരു കാര്യമാണ്, ഏതൊരു പ്രവൃത്തിയാണ്, എന്നിരുന്നാൽ പോലും അത് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾക്ക് അല്പം മനക്കരുത്ത്, മനോബലം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താലാണ് അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ പരമപ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന കാര്യമാകുന്നു. നിങ്ങൾക്ക് കഴിവുണ്ട്, എന്നാൽ പല കഴിവുകളും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അഥവാ പ്രകാശിപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇന്നേ ദിവസം വന്നു ഭവിക്കും. ധൈര്യം വർദ്ധിപ്പിക്കണം എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കുന്നതാകുന്നു. ധൈര്യം ലഭിക്കും. കൂടാതെ ഈ സമയം സ്വന്തം കഴിവിനാൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഭാവിയിൽ അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനുള്ള പല വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ആ വഴികൾ ശരിയായ രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ വിജയം വളരെ എളുപ്പമായി തീരും. അല്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ വിജയങ്ങൾ തടയുവാൻ സാധിക്കാത്ത വിധം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ ദിവസമാണ് ഇന്ന് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം മാനസികപരമായ പല പ്രശ്നങ്ങളും മാനസികപരമായ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ നേടിയെടുക്കുവാനും സമ്മാനമായ പല കാര്യങ്ങൾ ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഇന്നേ ദിവസം പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ സഹോദരിയോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആയി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങളും പിന്തുണയും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. അവരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സഹായകരമായ ഉപദേശങ്ങൾ ലഭിക്കാം. അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അറിവ് ഇന്നേ ദിവസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും അതിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇന്നേ ദിവസം ഒരേ സമയം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബുദ്ധി വൈഭവത്താൽ മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരങ്ങളും തേടിയെത്താം.
തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിവസമായിരിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അനുകൂലമായ ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക.